Welcome to the video. ഈ വീഡിയോയിൽ ബി വെർബ് വളരെ പ്രധാനപ്പെട്ട വെർബായ ബി വെർബിന്റെ പ്രസന്റ് ടെൻസ് ഫോമായ ആം ഈസ് ആർ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ആണിത്. The uses of am is are in sentences. സ്പോക്കൺ ഇംഗ്ലീഷ് മാത്രമാണ് ലക്ഷ്യമെങ്കിലും കൂടി ഇത് ബേസിക് ആണ്. വേറെ ഡീപ്പായിട്ടുള്ള ഗ്രാമറുകളൊന്നും പ്രധാനമല്ല. പക്ഷെ ഇത് റിട്ടൺ ഇംഗ്ലീഷിലും സ്പോക്കൺ ഇംഗ്ലീഷിലും വളരെ പ്രധാനപ്പെട്ട ഒരു വെർബാണ് ബി വെർബ്. ദ ഫോംസ്. പോസിറ്റീവ് സെന്റൻസ്. പോസിറ്റീവ് സെന്റൻസുകളിൽ ഇവയുടെ ഉപയോഗം നോക്കാം. ഐ ആം എ സിംഗർ, ഹി ഈസ് എ ഡോക്ടർ, വി ആർ സിംഗേഴ്സ്. അപ്പോൾ ഇതൊക്കെ നമ്മൾക്കിപ്പോൾ നമ്മളുടെ അവസ്ഥ പറയണം, വേറൊരാളുടെ അവസ്ഥ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താകുന്നു, സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയുന്ന അത് എക്സ്പ്രസ് ചെയ്യാനാണ് ഇവയൊക്കെ ഉപയോഗിക്കുന്നത്. എല്ലാ ആക്ഷൻ വേർഡ് മാത്രമല്ല, വെർബുകൾ എന്ന് പറഞ്ഞാൽ ആക്ഷൻ വേർഡ് മാത്രമല്ല, ഇതുപോലെ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അറിയിക്കാനും നമ്മൾ ഉപയോഗിക്കുന്നു. ഈ ബി വെർബ് തന്നെ പ്രൈമറി ഓക്സിലറിയിൽ പെട്ടതാണ്. അത് മെയിൻ വെർബായി നിൽക്കും, ഹെൽപ്പിംഗ് വെർബായി നിൽക്കുന്നു. അപ്പൊ ഇതില് ഐന്റെ കൂടെ എപ്പോഴും ഉപയോഗിക്കപ്പെടുന്നത് ഐ ആം എന്നുള്ളതാണ്. അത് ബൈ ഹാർട്ടായിട്ട് മനസ്സിലാക്കുക. ഐ ആം എ സിംഗർ, ഐ ആം എ ഡോക്ടർ, അല്ലെങ്കിൽ എന്താണോ, ഐ എം എ ടീച്ചർ, ഐ എം എ സ്റ്റുഡൻറ്, ഐ എം സ്റ്റഡിങ് ഇൻ, എന്താണോ ഇൻ സ്കൂളാണെങ്കിൽ കോളേജ് ആണെങ്കിൽ എന്താണെങ്കിലും എക്സ്പ്രസ് ചെയ്യാനൊക്കെ എൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ എൻ്റെ സ്ഥിതി ഇപ്പോൾ ഇതാണ്, മൈ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. അവൻ്റെ ഹീസ് എ ഡോക്ടർ, ഹീസ് എൻ എഞ്ചിനീയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അവൻ, ഹീ, ഷീ, ഇറ്റ്, ഇതിൻ്റെ കൂടെ എപ്പോഴും ഈസി ഉപയോഗിക്കുള്ളൂ. ഇനി പ്ലൂറൽ ആണെങ്കിൽ ആർ ഉപയോഗിക്കണം. ആ ഒരു റൂളും മനസ്സിലാക്കുക. വി, ഞങ്ങൾ, വി ആർ സിംഗേഴ്സ്, they are singers, they are doctors, they are tailors, എന്താണോ എന്ന് വെച്ചാൽ അത്. അപ്പൊ ഇങ്ങനെ കുറേ സെന്റൻസുകൾ ഇത് ഉപയോഗിച്ച് എഴുതി നോക്കി പരിശീലിക്കുക. അതുപോലെ തന്നെ യുവിന്റെ കൂടെയും ദേന്റെ കൂടെയും ആറ് വരും, പ്ലൂറലിന്റെ കൂടെയൊക്കെ ആറേ വരുള്ളൂ. ദാറ്റ് പെൻ ഈസ് റെഡ് എന്ന് പറയാം, ദാറ്റ് പെൻസ് ആർ റെഡ് എന്ന് പറയാം. പെൻസ് എന്നാവുമ്പോൾ, പെന്നുകൾ എന്നാവുമ്പോൾ ആറ് വരണം. ഒരു പെന്നാണെങ്കിൽ ഈസ്, ദാറ്റ് പെൻ ഈസ് റെഡ് ഇൻ കളർ, ദീസ് പെൻസ് ആർ റെഡ് ഇൻ കളർ. മൈ ബ്രദർ ഈസ് വെരി ടോൾ. അപ്പൊ അത് ആ ഒരു കാര്യം പറയാണ്, എൻ്റെ ബ്രദർ വളരെ ടോളാണ്, ഹീസ് എ സയന്റിസ്റ്റ്, എന്താകുന്നു എന്നുള്ളത്. യു ആർ ലേറ്റ് അഗെയിൻ, നീ വീണ്ടും ലേറ്റ് ആയി. യുവർ കീസ് ആർ ഓൺ ദ ടേബിൾ, എൻ്റെ കീസ് ടേബിളിന്റെ മുകളിലുണ്ട്, ആകുന്നു. ഇനി യുവർ കീ എന്നാണെങ്കിലോ, യുവർ കീസ് ഓൺ ദ ടേബിൾ, അവിടെ കീസ് എന്ന് വന്നതുകൊണ്ടാണ് ആറ്. യുവർ കീ ആണെങ്കിൽ ഈസ്. ഇതൊക്കെ സെന്റൻസുകളിലൂടെ നിങ്ങൾ എഴുതി സ്വയം മനസ്സിലാക്കണം. നെഗറ്റീവ് സെന്റൻസ്. ഇനി എന്താകുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ എന്തല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഐ എം നോട്ട് എ സിംഗർ. ഒരാൾ നമ്മൾ ചോദിക്കുകയാണ്, ആർ യു എ സിംഗർ? നോ, ഐ എം നോട്ട് എ സിംഗർ, ഞാൻ അല്ല. ഐ എം എ ഡാൻസർ. അങ്ങനെയും പറയേണ്ടി വരും. പക്ഷെ എവിടെയാണ് നോട്ട് ചേർക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഐ ആം, അതിനുശേഷം നോട്ട്. ഐ ആം നോട്ട്, ഹി ഈസ് നോട്ട് എ ഡോക്ടർ, ഹി ഈസ് എൻ എഞ്ചിനീയർ, വി ആർ നോട്ട് സിംഗേഴ്സ്, വി ആർ ഡാൻസേഴ്സ്, വി ആർ ടൈലേഴ്സ്, വി ആർ വർക്കേഴ്സ്. അങ്ങനെ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് പറയാ. പക്ഷെ വി ആർ നോട്ട് എന്ന് പറയുമ്പോൾ ആറിന് ശേഷം നോട്ട് എഴുതുക. വി ആർ നോട്ട് സിംഗേഴ്സ്, വി ആർ നോട്ട് ഡാൻസേഴ്സ്, വി ആർ നോട്ട് വർക്കേഴ്സ്. അപ്പൊ നെഗറ്റീവ് സെന്റൻസുകളുടെ സ്ട്രക്ചർ നോക്കുക. ദേ ആർ നോട്ട് സിംഗേഴ്സ്. ഇനി ടോം ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ആക്ടിങ്. ആക്ടിങ്ങിൽ ഇൻട്രസ്റ്റ് ഇല്ല, നെഗറ്റീവ് സെന്റൻസ് ആണ്. ടോം ഈസ് നോട്ട്, ഇസന്റ്. അവിടെ ഇത് നമുക്ക് ചുരുക്കി പറയും സ്പോക്കൺ ഇംഗ്ലീഷിലൊക്കെ, അതൊക്കെ നിങ്ങൾക്ക് പിന്നെ മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ സ്ട്രക്ചർ മനസ്സിലാക്കുക. ടോം ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ആക്ടിങ്. ജാനു ഈസ് നോട്ട് അറ്റ് ഹോം അറ്റ് ദ മൊമെന്റ്. ഇപ്പൊ ജാനുവിന്റെ അവസ്ഥ, ജാനു ഇപ്പൊ വീട്ടിലില്ല. ജാനു ഈസ് നോട്ട് അറ്റ് ഹോം അറ്റ് ദ മൊമെന്റ്. ഇപ്പൊ ജാനു വീട്ടിലില്ല, ഈസ് നോട്ട്. അല്ലെങ്കിൽ ജാനു ഈസ് അറ്റ് ഹോം, ജാനു ഈസ് നോട്ട് അറ്റ് ഹോം. ദ ഷോപ്സ് ആർ നോട്ട് ഓപ്പൺ ടുഡേ.
ആ ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല എന്നാ പറയുന്നത്. അപ്പോൾ ആ ഷോപ്പുകളുടെ അവസ്ഥ, സ്റ്റേറ്റ് എന്താണ് ടുഡേ? വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ബീങ്? ദ ഷോപ്സ് ആർ നോട്ട് ഓപ്പൺ ടുഡേ. ഇനി ഷോപ്പ് മാത്രമാണെങ്കിലോ? ഇത് ഷോപ്സ് എന്നായതുകൊണ്ട് ആർ. ദ ഷോപ്പ് ഈസ് നോട്ട് ഓപ്പൺ ടുഡേ. ഷോപ്പ് മാത്രമാണെങ്കിൽ ഈസ് ആണ് വരിക. ആ ഒരു അറിവാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടാവേണ്ടത്. ഇനി ക്വസ്റ്റ്യൻസിലാണെങ്കിലോ? ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ഇൻറ്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നവ. ക്വസ്റ്റ്യൻസിന്റെ സ്ട്രക്ചർ വ്യത്യാസമാണ്. സാധാ സെന്റൻസുകളിലെല്ലാം തന്നെ സബ്ജക്റ്റ് ഫസ്റ്റ് വരും, പിന്നെയാണ് വെർബ് വരിക. അത് ഹെൽപ്പിംഗ് വെർബ് ആണെങ്കിലും ശരി, മെയിൻ വെർബ് ആണെങ്കിലും ശരി. പക്ഷേ ഇൻറ്ററോഗേറ്റീവ് സെന്റൻസുകളിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യനുകളിൽ അങ്ങനെയല്ല. അതിൽ ഓക്സിലറി വെർബ് ഫസ്റ്റ് വരണം. ക്വസ്റ്റ്യൻ വേർഡ് ആണെങ്കിൽ അത് ഫസ്റ്റ് വരണം. അപ്പോൾ അതിന്റെ സ്ട്രക്ചർ നോക്കുക. ആം ഐ, അയാം എന്നുള്ളത് എന്തായി മാറി? ആം ഐ, ഈസ് ഷീ, ഈസ് ഹി, ഈസ് ഇറ്റ്, അങ്ങനെ വരുള്ളൂ. ക്വസ്റ്റ്യൻ മാർക്ക് വിടണം. ആർ യു, ആർ വി, ആർ ദേ, ഇങ്ങനെ വരാൻ പാടുള്ളൂ. ഈ റൂൾ ശ്രദ്ധിക്കുക. ആം ഐ ലേറ്റ്? ഞാൻ ലേറ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ആം ഐ ലേറ്റ്? ഈസ് യുവർ മദർ അറ്റ് ഹോം? എൻ്റെ മദർ വീട്ടിലുണ്ടോ? ഈസ് യുവർ മദർ അറ്റ് ഹോം? ഇനി പാരൻസ് എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ പ്ലൂറൽ വരണം. പാരൻസ് എന്ന് വെച്ചാൽ മദറും ഫാദറും ഉൾപ്പെടുന്നതാണ്. ആർ യുവർ പാരൻസ് അറ്റ് ഹോം? വാട്ട് ഈസ് ദ ടൈം? ഹു ഈസ് ദാറ്റ് മാൻ? ഇങ്ങനെ ഈ ബി വെർബിന്റെ പ്രസന്റ് ടെൻസ് ഫോമുകൾ എങ്ങനെയാണ് ക്വസ്റ്റ്യനുകളിലും എല്ലാം ഉപയോഗിക്കപ്പെടുന്നത് എന്ന് തറവായി മനസ്സിലാക്കുക. റൈറ്റ് ഫുൾ സെന്റൻസ്. ഇത് മിസ്റ്റേക്ക് ഉണ്ട്, ഇതിൽ വെർബില്ല, ഓക്സിലറി വെർബ് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇതിന് കറക്റ്റ് സെന്റൻസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതേണ്ടി വരും. എങ്ങനെയാണ്? ഐ ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ്. എനിക്ക് പൊളിറ്റിക്സിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നാണ് പറയേണ്ടത്. അതെങ്ങനെ ഇംഗ്ലീഷിൽ എഴുതും? അതിൻ്റെ കൂടെ എപ്പോഴും വരുന്നത് ഏതാ? I am interested in politics. I am interested in sports. എന്താണോ നിങ്ങളുടെ താല്പര്യം എന്ന് വെച്ചാൽ I am interested എന്ന് ചേർത്തുകൊണ്ട് പറയുക അല്ലെങ്കിൽ എഴുതുക. It warm today. ഇറ്റിന്റെ കൂടെ എന്താ വരിക? It is warm today. ഇന്ന് ചൂടുള്ള ദിവസമാണെന്നാ പറയുന്നത്. It is warm today. ഇപ്പോൾ കോൾഡ് അല്ല എന്ന് പറയണമെങ്കിൽ it is not cold today. It is not cool today എന്ന് പറയണം. It is warm today. ഇനി കാനഡ എ ബിഗ് കൺട്രി. ഇതിനൊരു കറക്റ്റ് സെന്റൻസ് ആക്കണം. എന്താണ് വരിക? കാനഡ ഈസ് എ ബിഗ് കൺട്രി. കാനഡ ഈസ് എ ബിഗ് കൺട്രി. കാനഡ ഒരു വലിയ കൺട്രി ആണ് എന്ന് പറയണം. കാനഡ ഈസ് എ ബിഗ് കൺട്രി. ദിസ് ഹൗസ് നോട്ട് ബിഗ്. ഈ ഹൗസ് ബിഗ് അല്ല. ഇത് നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ എങ്ങനെയാണ്? ദിസ് ഹൗസ് ഈസ് നോട്ട് ബിഗ്. ഈസ് കഴിഞ്ഞിട്ട് നോട്ട് എഴുതുക. ദിസ് ഹൗസ് ഈസ് നോട്ട് ബിഗ്. മൈ ഹൗസ് ഈസ് നോട്ട് ബിഗ്. യുവർ ഹൗസ് ഈസ് ബിഗ്. ഇങ്ങനെ പല പല സെന്റൻസുകൾ ഉണ്ടാക്കി നോക്കുക. ഇനി ഇത് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസിന്റെ സ്ട്രക്ചറിൽ എങ്ങനെയാ വരിക? അറ്റ് ഹോം യുവർ മദർ. മദർ വീട്ടിലുണ്ടോ എന്നാണ് ചോദ്യം. യുവർ മദർ എന്നാവുമ്പോൾ ഈസ് യുവർ മദർ അറ്റ് ഹോം? ഈസ് ഫസ്റ്റ് എഴുതണം. ഈസ് യുവർ മദർ അറ്റ് ഹോം? പിന്നെ സബ്ജക്റ്റ് വരും യുവർ മദർ. ഈസ് യുവർ മദർ അറ്റ് ഹോം? ഇനി പാരൻസ് ആണെങ്കിൽ ആർ യുവർ പാരൻസ് അറ്റ് ഹോം? ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ് യു. അതായത് നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ പൊളിറ്റിക്സിൽ എന്നൊരു ചോദ്യം ആണ്. ഇതെങ്ങനെ വരും? ആർ യു. ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ്? നിനക്ക് പൊളിറ്റിക്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ്?
വൈ യു ലേറ്റ്? എന്താണ് നീ ലേറ്റ് ആയത്? ഇവിടെ ഏത് ഓക്സിലറി വെർബ് എങ്ങനെ ചേർക്കും? വൈ ആർ യു ലേറ്റ്? നീ എന്താണ് ലേറ്റ് ആയത്? വൈ ആർ യു ലേറ്റ്? ഇനി ഹൗ യുവർ സിസ്റ്റർ? നിന്റെ സിസ്റ്ററിന് എങ്ങനെയുണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ യുവർ സിസ്റ്റർ എന്ന് പറയുമ്പോൾ ഈസ് എന്ന് വരും. ഹൗ ഈസ് യുവർ സിസ്റ്റർ? ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് ഓക്സിലറി ചേർത്തുകൊണ്ട് സബ്ജക്റ്റ് എഴുതുക. ഇനി പാരൻസ് ആണെങ്കിൽ ഹൗ ആർ യുവർ പാരൻസ്? അങ്ങനെ സെന്റൻസുകൾ സ്വയം എഴുതി പരിശീലിക്കുക.